ആലപ്പുഴയിലെ 2.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും കുടുങ്ങുമോ? ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകാൻ ഇരുവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. രണ്ടുപേർക്കും ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയിട്ടുണ്ടെന്ന മുഖ്യപ്രതി തസ്ലീമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ശ്രീനാഥ് ഭാസിയുമായി വാട്സാപ്പ് ചാറ്റിലൂടെയും ഷൈനുമായി ഫോണിലൂടെയുമാണ് സംസാരിക്കാറുള്ളതെന്ന് തസ്ലീമ മൊഴി നൽകി. സിനിമാ മേഖലയിലെ മറ്റു ചിലരുമായും യുവതിക്ക് ബന്ധമുണ്ടെന്നും എക്സൈസ് സംശയിക്കുന്നു. അതിനിടെ തസ്ലീമയും ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയും കഞ്ചാവുമായി താമസിച്ചിരുന്ന എറണാകുളത്തെ വിവിധ ലോഡ്ജുകളിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ചലച്ചിത്ര താരങ്ങളുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം. തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ളതാണ്. ഓഡിയോ സന്ദേശവും കിട്ടിയെന്നാണ് സൂചന. നടന്മാരുടെ മൊഴി കേസിൽ നിർണായകമാകും. ഇരുവരെയും തസ്ലീമയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലാണ്. ഷൈൻ ടോം ചാക്കോയും മറ്റ് നടന്മാരെയും അറിയാമെന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വ്യക്തത വരുത്തും. തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. എക്സൈസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നതിന് മുൻപായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ നീക്കം. മലേഷ്യയിൽ നിന്ന് 6 കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്കായി നാട്ടിലെത്തിച്ചതായാണ് വിവരം. ഇതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ബാക്കിയുള്ള കഞ്ചാവ് എറണാകുളത്ത് സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വിറ്റഴിച്ചതായാണ് സൂചന. തസ്ലീമയും സുൽത്താനും താമസിച്ച എറണാകുളത്തെ വിവിധയിടങ്ങളിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലഹരി വിൽപ്പനയ്ക്ക് പുറമെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്മാരുമായി നടത്തിയിട്ടുണ്ടെന്നാണ് തസ്ലീമ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. 2 ദിവസമായി കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരം തേടുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 ആലപ്പുഴ.